സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത്, നമ്മൾ എന്നും സംസാരിക്കുന്ന 65 വാക്യങ്ങളാണ്. ശ്രദ്ധിക്കുക, നമ്മൾ ഇതുപോലത്തെ ഒരുപാട് ചാപ്റ്ററുകൾ ചെയ്തതാണ്. അതുപോലെ തന്നെ നമ്മൾ ഓർത്തിരിക്കുന്ന എപ്പോഴും വാക്യങ്ങളാണ്, വാക്കുകളല്ല. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയ്ക്ക് പ്രതീക്ഷിക്കുന്ന 1000 ലൈക്കാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതല്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പഠിച്ച ഒരു വാക്യമെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റിൽ എഴുതുക. നമ്മൾ ശ്രദ്ധിക്കാം, നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ചോദിക്കുകയാണ്, ഒരു ഷർട്ട് എടുത്ത് ചോദിക്കുകയാണ്, അവൻ ഈ ഷർട്ട് ഇടുവോ, അല്ലെങ്കിൽ അവൻ ഈ ഷർട്ട് ഇടുന്നതാണോ, അല്ലെങ്കിൽ അവൻ ഈ ഷർട്ട് ഇടാറുണ്ടോ? ഇതൊക്കെ ചോദിക്കുന്നത് ഒറ്റ രീതിയിലാണ്. ഡസ് ഹി വിയർ ദിസ് ഷർട്ട്, ഡസ് ഹി വിയർ ദിസ് ഷർട്ട്, ഡസ് ഹി വിയർ ദിസ് ഷർട്ട്. ആ കത്തി എന്തിയേ? നമ്മളിപ്പോൾ അടുക്കളയിലൊക്കെ ചോദിക്കത്തില്ല, ആ കത്തി എന്തിയേ? വേർ ഈസ് ദി നൈഫ്, വേർ ഈസ് ദി നൈഫ്, വേർ ഈസ് ദി നൈഫ്. ഇവിടെയില്ല, അവിടെയില്ല. നെയ്തർ ഹിയർ നോർ ദെയർ, നെയ്തർ ഹിയർ നോർ ദെയർ, നെയ്തർ ഹിയർ നോർ ദെയർ. ആർക്കെങ്കിലും പൊറോട്ട ഉണ്ടാക്കാൻ അറിയാമോ? ഡസ് എനിവൺ നോ ടു മേക്ക് പൊറോട്ട, ഡസ് എനിവൺ നോ ടു മേക്ക് പൊറോട്ട, ഡസ് എനിവൺ നോ ടു മേക്ക് പൊറോട്ട. ആരാണ് ഈ കറി വെച്ചത്? ഹൂ പ്രിപ്പയർഡ് ദിസ് കറി? വേറെ രീതിയിലും ചോദിക്കാം, ഹൂ ഹാസ് പ്രിപ്പയർഡ് ദിസ് കറി എന്ന് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ നമ്മൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ആദ്യം പറഞ്ഞത് സിമ്പിൾ പാസ്റ്റും രണ്ടാമത് പറഞ്ഞത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസുമാണ്. ഇതിൻ്റെ വ്യത്യാസം നമ്മൾ 6, 7, 8 ചാപ്റ്ററുകൾ നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഞാനത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ചോദിക്കാം, ഹൂ പ്രിപ്പയർഡ് ദിസ് കറി ഓർ ഹൂ ഹാസ് പ്രിപ്പയർഡ് ദിസ് കറി. ഹൂ പ്രിപ്പയർഡ് ദിസ് കറി, ഹൂ ഹാസ് പ്രിപ്പയർഡ് ദിസ് കറി. ഇച്ചിരി തണുത്ത വെള്ളം കാണുമോ എന്ന് നമ്മുടെ വീട്ടിൽ ചെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇച്ചിരി തണുത്ത വെള്ളം തരാമോ എന്നാണ്, അല്ലേ? ഡു യു ഹാവ് സം കോൾഡ് വാട്ടർ, ഡു യു ഹാവ് സം കോൾഡ് വാട്ടർ, ഡു യു ഹാവ് സം കോൾഡ് വാട്ടർ. അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം ചോദിക്കാം, അല്ലേ? ക്യാൻ ഐ ഹാവ് സം കോൾഡ് വാട്ടർ, അല്ലെങ്കിൽ കുഡ് ഐ ഹാവ് സം കോൾഡ് വാട്ടർ എന്നൊക്കെ വേണമെങ്കിലും ചോദിക്കാം. പക്ഷേ ഇങ്ങനെ ചോദിച്ചാൽ മതി, ഡു യു ഹാവ് സം കോൾഡ് വാട്ടർ. ഇതങ്ങ് അലമാരിയിൽ വെച്ചതേ. പ്ലീസ് പുട്ട് ദിസ് ഇൻ ദി കപ്ബോർഡ്, പ്ലീസ് പുട്ട് ദിസ് ഇൻ ദ കപ്ബോർഡ്, പ്ലീസ് പുട്ട് ദിസ് ഇൻ ദ കപ്ബോർഡ്. ആര് ചോറ് വെക്കും? ഹൂ വിൽ കുക്ക് ദ റൈസ്, who will cook the rice, who will cook the rice. എന്തേരം അരി ഉണ്ട്? how much rice is there, how much rice is there, how much rice is there. എന്നാൽ ഞാൻ സവാള എരിയട്ടെ? shall I cut the onions, shall I cut the onions, shall I cut the onions. ഞാൻ ഒരിടത്തും പോകുന്നില്ല. I'm not going anywhere, I'm not going anywhere, I'm not going anywhere. നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? did you say something, did you say something, did you say something. നീ അവനോട് എന്നതാണ് പറഞ്ഞത്? വാട്ട് ഡിഡ് യു ടെൽ ഹിം, വാട്ട് ഡിഡ് യു ടെൽ ഹിം, വാട്ട് ഡിഡ് യു ടെൽ ഹിം. അവൻ പറഞ്ഞത് അവൻ വരുമെന്നാണ്. ഹി സെഡ് ഹി വുഡ് കം, ഹി സെഡ് ഹി വുഡ് കം, ഹി സെഡ് ഹി വുഡ് കം. ഇത് റിപ്പോർട്ടഡ് സ്പീച്ച് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? വേറെ ആൾ പറഞ്ഞൊരു കാര്യം പറയുകയാണ്. ശ്രദ്ധിക്കുക, ഇതിനെപ്പറ്റി വിശദമായിട്ട് നമ്മൾ ക്ലാസ്സുകൾ എടുത്തതാണ്. പുറകുള്ള ചാപ്റ്ററുകൾ നോക്കിയാൽ നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ വേണ്ടി പറ്റും. നീ എവിടെയാണ് താക്കോൽ വെച്ചോ? വേർ ഡിഡ് യു കീപ് ദ കീ, വേർ ഡിഡ് യു കീപ് ദ കീ, വേർ ഡിഡ് യു കീപ് ദ കീ. ഏതാണ് നിൻ്റെ കാറ്? വിച്ച് വൺ ഈസ് യുവർ കാർ, വിച്ച് വൺ ഈസ് യുവർ കാർ, വിച്ച് വൺ ഈസ് യുവർ കാർ. ഇപ്പോൾ കല്യാണമൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ ചോദിക്കില്ലേ, ചെറുക്കന് വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളാണോ? ഈസ് ദ ഗ്രൂം എഡ്യൂക്കേറ്റഡ്, ഈസ് ദ ഗ്രൂം എഡ്യൂക്കേറ്റഡ്, ഈസ് ദ ഗ്രൂം എഡ്യൂക്കേറ്റഡ്. എന്താണ് കാരണം എന്ന് പറയാം? മേ ഐ നോ ദ റീസൺ പ്ലീസ്, മേ ഐ നോ ദ റീസൺ പ്ലീസ്, മേ ഐ നോ ദ റീസൺ പ്ലീസ്. നീ എന്താണ് ആലോചിക്കുന്നത്? വാട്ട് ആർ യു തിങ്കിങ്, വാട്ട് ആർ യു തിങ്കിങ്, വാട്ട് ആർ യു തിങ്കിങ്. ഞാൻ അവനെ സ്കൂളിൽ വെച്ചാണ് കണ്ടത്, അല്ലെങ്കിൽ ഞാൻ അവനെ സ്കൂളിൽ വെച്ചാണ് പരിചയപ്പെട്ടതെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഐ മെറ്റ് ഹിം ഇൻ മൈ സ്കൂൾ, ഐ മെറ്റ് ഹിം ഇൻ മൈ സ്കൂൾ, ഐ മെറ്റ് ഹിം ഇൻ മൈ സ്കൂൾ. നീ നിന്റെ കാർ വിറ്റോ? ഡിഡ് യു സെൽ യുവർ കാർ, ഡിഡ് യു സെൽ യുവർ കാർ, ഡിഡ് യു സെൽ യുവർ കാർ. അല്ലെങ്കിൽ ഇങ്ങനെ വേണം ചോദിക്കാം, അല്ലേ? ഹവ് യു സോൾഡ് യുവർ കാർ, ഹവ് യു സോൾഡ് യുവർ കാർ, ഹവ് യു സോൾഡ് യുവർ കാർ. ഇവിടെ ശ്രദ്ധിക്കുക, ഒരെണ്ണം സിമ്പിൾ പാസ്റ്റ് ടെൻസും ഒരെണ്ണം പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലും ഉള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പഠിച്ചതാണ്, അല്ലേ? ഇതിലേതാണ് നിനക്ക് വേണ്ടത്? വിച്ച് വൺ ഡു യു വോണ്ട്, വിച്ച് വൺ ഡു യു വോണ്ട്, വിച്ച് വൺ ഡു യു വോണ്ട്. ഞാൻ ആ വാതിലും തുറന്നുണ്ടേ. കുഡ് ഐ ഓപ്പൺ ദ ഡോർ പ്ലീസ്, കുഡ് ഐ ഓപ്പൺ ദ ഡോർ പ്ലീസ്, കുഡ് ഐ ഓപ്പൺ ദ ഡോർ പ്ലീസ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ക്യാൻ വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മേ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് കുഡ് ഇച്ചിരി കൊണ്ട് പൊളൈറ്റ് ആണ്. ഞാൻ ഈ കസേര ഒന്ന് എടുത്തോട്ടെ. കുഡ് ഐ ടേക്ക് ദിസ് ചെയർ പ്ലീസ്, could I take this chair please, could I take this chair please. നമ്മൾ പൈസയൊക്കെ അയച്ചിട്ട് ഒരാൾക്ക് ബാങ്കിലേക്ക് അയച്ചിട്ട് നമ്മൾ ചോദിക്കത്തില്ലേ, പൈസ കിട്ടിയായിരുന്നോ? ഡിഡ് യു ഗെറ്റ് ദ മണി, ഡിഡ് യു ഗെറ്റ് ദ മണി, ഡിഡ് യു ഗെറ്റ് ദ മണി. അവനോട് ഞാൻ ഈ പറഞ്ഞ കാര്യം പറയരുത് കേട്ടോ. പ്ലീസ് ഡോണ്ട് ടെൽ ദിസ് ടു ഹിം, പ്ലീസ് ഡോണ്ട് ടെൽ ദിസ് ടു ഹിം, പ്ലീസ് ഡോണ്ട് ടെൽ ദിസ് ടു ഹിം. അവനെ നിർബന്ധിക്കണ്ട. പ്ലീസ് ഡോണ്ട് കമ്പൽ ഹിം, പ്ലീസ് ഡോണ്ട് കമ്പൽ ഹിം, പ്ലീസ് ഡോണ്ട് കമ്പൽ ഹിം. എവിടെയാണ് ബസ് നിർത്തുന്നത്, അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പ് എവിടെയാണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. വേർ ഈസ് ദ ബസ് സ്റ്റോപ്പ് പ്ലീസ്, വേർ ഈസ് ദ ബസ് സ്റ്റോപ്പ് പ്ലീസ്, വേർ ഈസ് ദ ബസ് സ്റ്റോപ്പ് പ്ലീസ്. എനിക്ക് വേറെ പണികളുണ്ട്. ഐ ഹാവ് സം അതർ വർക്ക്സ്. അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും പറയാം, ഐ ഹവ് ഗോട്ട് സം അതർ വർക്ക്സ് എന്ന് വേണമെങ്കിലും പറയാം. ഐ ഹാവ് സം അതർ വർക്ക്സ്, ഐ ഹവ് ഗോട്ട് സം അതർ വർക്ക്സ്,
ഐ ഹാവ് സം അതർ വർക്ക്സ്. ഇവിടെ ഹാവെന്നും ഹാവ് ഗോട്ടെന്നും ചേർത്ത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്നുള്ളതും നമ്മൾ പഠിച്ചാണ്. അർത്ഥം തന്നെ വരുന്ന ഒന്നെണ്ണം ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, ഒന്ന് അമേരിക്കൻ ഇംഗ്ലീഷ് ആണെന്നുള്ളത് രണ്ടും നമുക്ക് പ്രയോഗിക്കാം. മഴ പെയ്യുകയാണെങ്കിൽ ഞാൻ പോകും. ഇഫ് ഇറ്റ് റെയിൻസ് ഐ വിൽ ഗോ. ഇഫ് ഇറ്റ് റെയിൻസ് ഐ വിൽ ഗോ. ഇഫ് ഇറ്റ് റെയിൻസ് ഐ വിൽ ഗോ. വേറെ ഒന്നുകൂടി ഉണ്ടോ, അല്ലെങ്കിൽ വേറെ ഒരു കാരണം കൂടി ഉണ്ടോ? ദർ ഇസ് സംതിങ് എൽസ്. ദർ ഇസ് സംതിങ് എൽസ്. ദർ ഇസ് സംതിങ് എൽസ്. നീ ആരോടാണ് ഈ സംസാരിക്കുന്നത്? ഹു ആർ യു ടോക്കിംഗ് വിത്ത്, അല്ലെങ്കിൽ ഹു ആർ യു ടോക്കിംഗ് ടു എന്ന് വേണം ഉപയോഗിക്കാം. ഹു ആർ യു ടോക്കിംഗ് വിത്ത്? ഹു ആർ യു ടോക്കിംഗ് വിത്ത്? എന്നെ ഒറ്റയ്ക്ക് വിട്ടേരെ. പ്ലീസ് ലീവ് മീ അലോൺ. പ്ലീസ് ലീവ് മീ അലോൺ. പ്ലീസ് ലീവ് മീ അലോൺ. നീ എന്തിനാണ് ഇവിടെ വന്നത്? വൈ ഡിഡ് യു കം ഹിയർ? വൈ ഡിഡ് യു കം ഹിയർ? വൈ ഡിഡ് യു കം ഹിയർ? ആ ജോലി നീ പൂർത്തിയാക്കിയോ? ഹാവ് യു ഫിനിഷ്ഡ് ദ വർക്ക്? ഹാവ് യു ഫിനിഷ്ഡ് ദ വർക്ക്? ഹാവ് യു ഫിനിഷ്ഡ് ദ വർക്ക്? അവൻ കറണ്ട് ബിൽ അടച്ചു. ഹി ഹാസ് പെയ്ഡ് ദി ഇലക്ട്രിസിറ്റി ബിൽ. He has paid the electricity bill. He has paid the electricity bill. എന്നാ വെള്ളം എടുത്തോ? Take whatever you want. Take whatever you want. Take whatever you want. എനിക്ക് അകത്തുള്ള കളികൾ ഇഷ്ടമല്ല. അകത്തുള്ള കളികൾ എന്ന് പറഞ്ഞാൽ ക്യാരംസ്, ടേബിൾ ടെന്നീസ്, അങ്ങനത്തെ കളികളുണ്ടല്ലോ വീടിനകത്തൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ ആ കെട്ടിടത്തിനകത്തുള്ളത്. അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. I don't like indoor games. I don't like indoor games. I don't like indoor games. അവൻ്റെ ഒരു അപകടം പറ്റി. He met with an accident. He met with an accident. He met with an accident. തുണി ഉണങ്ങാനുണ്ട്. Please put the clothes to dry. Please put the clothes to dry. Please put the clothes to dry. എൻ്റെ പൈസയിൽ I don't have money. I don't have money. I don't have money. അവൻ്റെ പൈസയില്ല. He doesn't have money. He doesn't have money. He doesn't have money. പോകേണ്ട ഒരു ആവശ്യമൊന്നുമില്ലെന്നേ. There's no need to go. There's no need to go. There's no need to go. നീ തലയിൽ എണ്ണ തേക്കുക. Please oil your hair. Please oil your hair. Please oil your hair. അല്ലെങ്കിൽ പ്ലീസ് അപ്ലൈ ഓയിൽ ഓൺ യുവർ ഹെയർ എന്ന് വേണമെങ്കിലും പറയാം. പക്ഷെ അങ്ങനെ ആരും പറയാറില്ല. നമ്മൾ മലയാളീകരിച്ച് കഴിയുമ്പോൾ മാത്രമേ അങ്ങനെ പറയാറുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി. പ്ലീസ് ഓയിൽ യുവർ ഹെയർ എന്ന് പറഞ്ഞാൽ മതി. പ്ലീസ് ഓയിൽ യുവർ ഹെയർ. ക്ഷമിക്കണം കേട്ടോ, ഞാൻ താമസിച്ചു. ഐ എം സോറി ഐ ഗോട്ട് ലേറ്റ്. ഐ എം സോറി ഐ ഗോട്ട് ലേറ്റ്. ഐ എം സോറി ഐ ഗോട്ട് ലേറ്റ്. മൊബൈലിലുള്ള കളി നിർത്ത്. സ്റ്റോപ്പ് പ്ലേയിങ് ഓൺ മൊബൈൽ. സ്റ്റോപ്പ് പ്ലേയിങ് ഓൺ മൊബൈൽ. സ്റ്റോപ്പ് പ്ലേയിങ് ഓൺ മൊബൈൽ. അവൻ എപ്പോഴും ഇരുന്ന് ടി വി കാണുക അല്ലെങ്കിൽ മൊബൈൽ കാണുന്ന ഒരാളാണ് എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാനുണ്ടോ? ഹീ ഈസ് എ കൗച്ച് പൊട്ടാറ്റോ എന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴും, കൗച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ സോഫ എന്നൊക്കെ പറഞ്ഞില്ലേ, അതാണ് കൗച്ച്. അപ്പോൾ അതിൽ ഇരിക്കും എപ്പോഴും. അതിനാണ് ഇംഗ്ലീഷിൽ പറഞ്ഞത് ഹീ ഈസ് എ കൗച്ച് പൊട്ടാറ്റോ. ഹീ ഈസ് എ കൗച്ച് പൊട്ടാറ്റോ. ഹീ ഈസ് എ കൗച്ച് പൊട്ടാറ്റോ. അങ്ങനെയൊക്കെ ഉള്ള ഒന്നാണ്. സംതിങ് ഓഫ് ദാറ്റ് സോർട്ട്. സംതിങ് ഓഫ് ദാറ്റ് സോർട്ട്. സംതിങ് ഓഫ് ദാറ്റ് സോർട്ട്. അവൻ അവൻ്റെ മകനെ കളിക്കാനൊന്നും സമ്മതിക്കത്തില്ല. ഹി ഡസൻറ്റ് ലെറ്റ് ഹിസ് സൺ പ്ലേ. He doesn't let his son play. He doesn't let his son play. ഈ മൊബൈൽ ശരിക്കും പിടിക്കുക. Please hold the mobile properly. Please hold the mobile properly. Please hold the mobile properly. ചപ്പ് ചവറുകൾ വലിച്ചെറിയല്ലോ. Please don't throw rubbish. Please don't throw rubbish. Please don't throw rubbish. ഞാൻ ഇച്ചിരി തിരക്കിലാണ് ഇപ്പോഴേ. I'm busy at the moment. I'm busy at the moment. I'm busy at the moment. റെക്സ് ഇതുവരെ എത്തിയില്ല. Rex hasn't come yet. Rex hasn't come yet. Rex hasn't come yet. കാർ നന്നാക്കി. The car was repaired. The car was repaired. The car was repaired. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ കാർ നന്നാക്കി എന്നുള്ളതിനാണ് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പാസീവ് വോയിസ് ആണ്. പാസീവ് വോയിസിൻ്റെ 2 ചാപ്റ്ററുകൾ നമ്മൾ ചെയ്തതാണ്. തീർച്ചയായിട്ടും നിങ്ങളത് കാണുക. അവൻ എന്നെക്കൊണ്ട് കള്ളം പറയിച്ചു. He made me to tell lie. അല്ല, ഇങ്ങനെ വേണമെങ്കിൽ പറയാം, He made me to lie. He made me to lie എന്ന് പറഞ്ഞാൽ മതി. അത് അബദ്ധവശാൽ സംഭവിച്ചാണ്. That happened by mistake. That happened by mistake. That happened by mistake. ഇവിടെ മലയാളം എഴുതേണ്ട തെറ്റുണ്ട്, ക്ഷമിക്കണം. എനിക്ക് പറ്റുന്ന എല്ലാ രീതിയിലും ഞാൻ ശ്രമിക്കാം. I will try my level best. I will try my level best. I will try my level best. നീ നിൻ്റെ പണി നോക്കുക കേട്ടോ. You mind your own business. You mind your own business. You mind your own business. അവൻ്റെ പെട്രോൾ പമ്പിലാണ് ജോലി ചെയ്യുന്നത്. He works in a petrol pump. He works in a petrol pump. He works in a petrol pump. അല്ലെങ്കിൽ ചില രാജ്യങ്ങൾ അതിന് ഗ്യാസ് സ്റ്റേഷൻ എന്നും പറയാറുണ്ട് പെട്രോൾ പമ്പിന്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? ഹി വർക്ക്സ് ഇൻ എ ഗ്യാസ് സ്റ്റേഷൻ. ആണെങ്കിലോ ഐ വർക്ക് ഇൻ എ ഗ്യാസ് സ്റ്റേഷൻ എന്ന് വേണമെങ്കിലും പറയാം. പേടിക്കാനൊന്നുമില്ലെന്നേ. നത്തിങ് ടു വറി. അല്ലെങ്കിൽ നത്തിങ് ടു വറി എബൌട്ട് എന്ന് വേണമെങ്കിലും പറയാം. അബൌട്ട് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. നത്തിങ് ടു വറി. നത്തിങ് ടു വറി. നിനക്ക് എന്നാ പറ്റി? വാട്ട്സ് റോങ് വിത്ത് യു? വാട്ട്സ് റോങ് വിത്ത് യു? വാട്ട്സ് റോങ് വിത്ത് യു? ഞാനൊരു ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഐ എം ലുക്കിംഗ് ഫോർ എ ജോബ്. ഐ എം ലുക്കിംഗ് ഫോർ എ ജോബ്. I'm looking for a job. എന്താണ് കാരണമെന്ന് എനിക്കറിയില്ല. I don't know the reason. I don't know the reason. I don't know the reason. ഞാൻ ഇവിടെ ഒന്ന് സെർച്ച് വിളിച്ചത്. നിനക്ക് കുഴപ്പമില്ല ഉണ്ടോ? നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? Do you mind if I smoke here?
ഡു യു മൈൻഡ് ഇഫ് ഐ സ്മോക്ക് ഹിയർ? ഡു യു മൈൻഡ് ഇഫ് ഐ സ്മോക്ക് ഹിയർ? ഇനി 3 ദിവസം കൂടി ഉള്ളൂ ക്രിസ്മസിന്. only 3 more days left for Christmas. only 3 more days left for Christmas. only 3 more days left for Christmas. ഇത് ഞാൻ കഴിഞ്ഞ ശനിയാഴ്ചയാണ് വാങ്ങിച്ചത്. I bought this last Saturday. I bought this last Saturday. I bought this last Saturday. ബൈയുടെ പാസ്റ്റ് ടെൻസ് ആണ് ബോട്ട്, ബ്രിങ്ങിൻ്റെ പാസ്റ്റ് ടെൻസ് ബ്രോട്ട് ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, അത് തമ്മിലുള്ള വ്യത്യാസവും നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുകയാണെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.